സയൻസ് ടീച്ചർ എനിക്കൊരു പുതിയ സ്റ്റെപ്പ് പഠിപ്പിച്ചെന്നു. ഈ സ്റ്റെപ്പ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്ന. ഞാൻ ചെയ്ത് കാണിച്ചുതരാം. ദേ കണ്ടോ? വെരി ഗുഡ്. നല്ല രസമുണ്ടായിരുന്നു. നല്ല അടിപൊളി സ്റ്റെപ്പ് ആയിരുന്നു കേട്ടോ. നീ എന്നെക്കാളും വളരെ നന്നായിട്ട് ചെയ്തു. അതെന്താന്ന് വെച്ചാ എന്റെ ഈ കാലിന് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. പക്ഷെ സാരമില്ലല്ലോ, എനിക്ക് പകരം വീര് ചെയ്ത് കാണിക്കും. വീര, നീ എന്റെ കൂട്ടുകാരനല്ലേ, നീ ചെയ്യില്ലേടാ? ആ പിന്നെന്താ. പക്ഷെ ഇവിടെ ആരെങ്കിലും എന്നെ കണ്ടാലോ? അതെ, പക്ഷെ ഇവിടെ നമ്മൾ 3 പേരല്ലാതെ മരങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ആരും കാണില്ല. നീ ധൈര്യമായിട്ട് ചെയ്യ്. ഓക്കേ ശരി. നിങ്ങൾ രണ്ടുപേരെന്തേ അങ്ങോട്ട് പോയിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും രാവിലെ തന്നെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങി ശുദ്ധമായി ശ്വസിക്കുന്നത് വളരെ നല്ലതാണ്. നല്ല സുഖം. ആഹാ, എന്റെ അമ്മച്ചി, ഇതെന്തൊക്കെയായി സംഭവിക്കുന്നത്? ഞാനിത് എങ്ങോട്ടായി പോകുന്നത്? വീർ, നീ എന്തായി ചെയ്തത്? ഇല്ല, നീ കണ്ടില്ലേ, നമ്മുടെ ചഡ്ഡ അങ്കിളിന് വീണ്ടും പണി കിട്ടി. ഇവരെല്ലാരും എന്തിനാ ഇങ്ങനെ ഓടുന്നേ? എന്താ സംഭവം? ഈ ടൈഗർ ഇപ്പൊ എവിടുന്നാ വന്നത്? രക്ഷിക്കണേ, രക്ഷിക്കണേ, എന്റെ ടൈഗർ ചേട്ടാ, നിങ്ങൾ എന്തിനാ എന്റെ പുറകെ വരുന്നത്? എന്റെ അമ്മോ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. ഈ ഫുർസത് ഗഞ്ചിൽ എങ്ങനെ ടൈഗർ വന്നത്? ചട്ടാങ്കളിൽ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. എന്റെ പൊന്നു ടൈഗർ ചേട്ടാ, ഇനി ആ പ്രേം സഹായിയുടെ റോബോട്ടിന് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. ബോസ്, നിങ്ങളൊരു ജീനിയസ് ആണ്. സൂപ്പർ ഡ്യൂപ്പർ ജീനിയസ്. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. ഇവൻ ആ ചപ്പുചവറുകൾ വൃത്തിയാക്കുന്നതിന്റെ കൂട്ടത്തിൽ ആ പ്രേം സഹായിയുടെ റോബോട്ടിനെയും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കോ, എന്നിട്ട് അതിനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അപ്പോഴെന്താണ് ഡോക്ടർ പ്രേം സഹായുടെ റോബോട്ടിന് ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ പറ്റില്ലേ? ഇല്ലില്ല, ഒരിക്കലുമില്ല. അവൻ ഈ ഡസ്റ്റ്ബിന്നിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അവന്റെ ഉള്ളിലെ എല്ലാ മെഷീനുകളും ജാമായി പോകില്ലേ. അവന് പിന്നെ ഒരു വിരൽ പോലും അനക്കാനാവില്ല. ഞാൻ ഈ ഡസ്റ്റ്ബിൻ ഈ നാടിനു വേണ്ടി സമർപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവിടെയുള്ള റോഡുകളെല്ലാം എന്നേക്കുമായി വൃത്തിയായിട്ടിരിക്കും. ചപ്പുചവറുകൾ, 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 ചപ്പുചവറുകൾ. ചപ്പുചവറുകൾ, 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 ചപ്പുചവറുകൾ. എല്ലാരും പറഞ്ഞ എന്താന്നറിയാവോ? ആ ഡസ്റ്റ്ബിൻ മിസ്റ്റർ ജഡ്ഡയെ പിടിച്ച് ഡസ്റ്റ്ബിന്റെ അകത്ത് അടച്ചു വെച്ചേന്ന്. അത് സ്വയമേ പോയി ചവറുകളെ പെറുക്കിയെടുക്കുവോ? അതിന്റെ അർത്ഥം അതൊരു ഓട്ടോമാറ്റിക് ഡസ്റ്റ്ബിൻ ആണല്ലേ, ഒരു റോബോട്ടിനെ പോലെ. റോബോട്ട്
റോബോട്ട് റോബോട്ട് റോബോട്ട്. അയ്യോ അത് നോക്ക്, ആ ഡസ്റ്റ്ബിൻ ഇങ്ങോട്ടാണ് വരുന്നത്. ഓടിക്കോ. റോബോട്ട് റോബോട്ട്. ഇതിനെന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ആദ്യം മിസ്റ്റർ ജഡ്ഡയെ പിടിച്ചു, ഇപ്പൊ നമ്മുടെ പുറകെ വരുന്നു. റോബോട്ട് റോബോട്ട്. ഇംലി, നീയും ചുൾബുളും ഇവിടുന്ന് മാറിക്കോ. ഞാനതിനെ കൊണ്ട് വേറെ ഡയറക്ഷനിലേക്ക് പോയിക്കോളാം. ഓഹോ ഇംലി, വേഗം സ്റ്റാച്യുമാനെ വെടിവെക്ക്. അല്ലെങ്കിൽ അയാൾ എല്ലാ ആൾക്കാരെയും മന്ത്രം ചൊല്ലി സ്റ്റാച്യുവായി മാറ്റും. അപ്പൊ അയാൾ ഒരുപാട് സ്ട്രോങ് ആവും. പക്ഷേ ഇത് കൊള്ളുന്നില്ലല്ലോ. ഈ സ്റ്റാച്യു മാനിന് ഭയങ്കര സ്പീഡാ. എനിക്കും കളിക്കണം വീർ, എനിക്കും കളിക്കാൻ താ. ഡിസ്റ്റർബ് ചെയ്യാതെ ജിൻടു, ആദ്യം ഞാൻ ഈ ഗെയിം ഒന്ന് കളിച്ചു തീർക്കട്ടെ, അത് കഴിഞ്ഞ് നിനക്ക് കളിക്കാൻ തരാം. ജിൻടു, ഇതിൽ ഒരേ സമയത്ത് രണ്ടുപേർക്ക് കളിക്കാൻ പറ്റോ? എന്നെ കളിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാനിത് കൊളമാക്കും. നീ ഇത് എന്തായി ചെയ്തത് ജിൻടു? എന്ത് പറ്റി വീർ? എവിടുന്നായി പുക വരുന്നത്? അതേ ജിൻടു കാണിച്ചു വെച്ച പണിയാ അപ്പൂപ്പ. സ്റ്റാച്യുമാന്റെ പുറത്തേക്ക് വന്നു. ജിൻടു, ഇയാളിങ്ങനെ പുറത്തു വന്നേ? ഓ നോ അപ്പൂപ്പ. ഇയാള് മുഴുവൻ പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ ഓടിക്കോ. ജിൻടു, പെട്ടെന്ന് അയാൾ തിരിച്ച് ഗെയിമിലേക്ക് തന്നെ അയക്കേ, അല്ലെങ്കിൽ അയാൾ ഈ നാട്ടിലുള്ള ആൾക്കാരെ മുഴുവൻ ആ മന്ത്രം ചൊല്ലി സ്റ്റാച്യു ആക്കി മാറ്റും. എന്റെ മന്ത്രശക്തി കാരണം അയാൾ പുറത്തു വന്നേ. അതുകൊണ്ട് എന്റെ മന്ത്രശക്തി ഒന്നും ഇനി അയാൾ കേൾക്കൊന്നും തോന്നുന്നില്ല. താൻ എന്താടോ പറയുന്നത്? താൻ അടക്കുമടക്കെന്നൊക്കെ പറഞ്ഞ ഞാൻ എന്താ നിന്ന് ഡാൻസ് കളിക്കണോ? ചുക്കുമരിക്കണ സ്റ്റാച്യു. എന്നെ സ്റ്റാച്യു പോലെ ആക്കരുത്. മമ്മി മമ്മി. ജിൻടു, വേഗം എന്തെങ്കിലും ചെയ്. ഞാൻ അയാളെ ഇപ്പൊ സ്റ്റാച്യു ആക്കി മാറ്റാം. അകടം പകടം മാലം ഫാലം ഇകടം തികടം ധം ധമാധം. നിങ്ങളിപ്പോൾ സ്റ്റാച്യു ആയി മാറട്ടെ. നീ കാരണം ബാക്കിയുള്ളവരും സ്റ്റാച്യു ആയി മാറി. അയാൾക്കൊന്നും സംഭവിച്ചില്ല. ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? എടാ, ഞാൻ നിർത്താൻ പറയുന്നത് വരെ നീ ഏത്തമിട്ടുകൊണ്ടേയിരിക്കുക. 1 2 ടിംബക്ടു 3 4 ടിംബക്ടു 5 6 ടിംബക്ടു. പക്ഷെ എനിക്ക് പറയാനുള്ളതും കൂടി ഒന്ന് കേൾക്കൂന്നേ. ഞാനൊരു പുതിയ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എടാ ഒറ്റപ്പല്ല, ഞാൻ നിർത്താൻ പറയുന്നത് വരെ നീ ഏത്തമിട്ടുകൊണ്ടേയിരിക്കണം. ഏത്തമിട്ടുകൊണ്ട് പ്ലാൻ പറഞ്ഞാൽ മതി. ശരി ബോസേ, എനിക്കൊരു പ്രത്യേകതരം മനുഷ്യനെ അറിയാം. അയാൾക്ക് ഏത് തരത്തിലുള്ള രൂപവും എടുക്കാൻ കഴിയുമെന്നേ. അയാള് ഫുർസത്ഗഞ്ചിലേക്ക് വേഷം മാറി ചെന്നിട്ട് ആൾക്കാരെ എല്ലാം പിടിച്ച് അവിടെ മൊത്തം പ്രശ്നമുണ്ടാക്കും. അപ്പോൾ ആ പ്രേം സഹായിയുടെ റോബോട്ട് അവരെ എല്ലാം രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുമ്പോ ഞാനിപ്പോ പറഞ്ഞ ആളില്ലേ, അയാൾ അവനെ പിടിച്ചോണ്ട് വരും. നിന്റെ പ്ലാൻ ഒക്കെ കൊള്ളാം, പക്ഷെ നീ അത് ചെയ്യുന്ന കാര്യത്തിൽ മണ്ടനാണ്. വേഗം പോയി നീ പറഞ്ഞ ആളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരൂ. ചെല്ലോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ സാർ. ഞാനാണ് നിങ്ങൾ വിളിക്കാൻ പറഞ്ഞ വ്യക്തി. എങ്ങനെയുണ്ട് ബോസ്? ഞാൻ കൊണ്ടുവന്ന ആള് എങ്ങനെയുണ്ടെന്ന് പറ.
ഞാനൊരു ഭയങ്കരനാണല്ലോ. ഞാൻ വിചാരിച്ചു ഈ കോമാളി ടിംബക്ടു തന്നെ ആയിരിക്കുന്നത്. നീ എന്റെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നതാണ്. എങ്കിൽ പിന്നെ എനിക്കുള്ള പ്രതിഫലം വേഗം എടുത്തു വെച്ചോളൂ. താൻ ഈ മെഷീനും കൂടെ കരുതിക്കോളൂ. ഇതിലൂടെ നോക്കിയാൽ മെറ്റലിന്റെ റോബോട്ടിനെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ നിനക്കവനെ കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അവനെ കണ്ടാൽ ഉടൻ തന്നെ നീ എന്നെ വിവരങ്ങൾ അറിയിക്കണം. ഇതാ ഇംലി, catch പിടിക്ക്. വീർ, നിങ്ങൾ പുറത്ത് കളിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. ഈയിടെയായി ഫുർസത്ത് ഗഞ്ചിൽ നിന്നും ആളുകളെ കാണാതാവുന്നുണ്ട്. ആർക്കും അറിയില്ല ആരാണ് ഇവരെയൊക്കെ പിടിച്ചോണ്ട് പോകുന്നതെന്ന്. അപ്പൂപ്പ, അവരെ കൊണ്ടുപോകുന്ന ആരാന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കാം. എന്നിട്ട് അവരെ പിടിക്കുകയും ചെയ്യാം. അല്ലേ ഇംലി? പോലീസിനെ കൊണ്ട് പിടിക്കാൻ പറ്റാത്തവരെ നമ്മളെങ്ങനെ പിടിക്കുന്ന വീർ? ദിസ് ഈസ് ഇംപോസിബിൾ. അപ്പൂപ്പൻ പറയാറില്ല, ഇമ്പോസിബിളിനെ പോസിബിൾ ആക്കുന്നയാളാണ് എല്ലാവരും വീരെന്ന് വിളിക്കുന്നത്.